നിയാസിനമിഡ്, ഹൈലൂറോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, റെറ്റിനോൾ ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ എക്സ്റ്റേണൽ സ്കിൻ കെയർ റൊട്ടീൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്റേണൽ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ട്? മിക്കവരും ഈ ഇന്റേണൽ സ്കിൻ കെയർ റൊട്ടീനെ പറ്റി ബോധേഡല്ല. ഏജിങ് കുറയ്ക്കാൻ, റിങ്കിൾസ് കുറയ്ക്കാൻ, സ്കിൻ എപ്പോഴും ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയി വെക്കാൻ നമുക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ആണിത്. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്റേണൽ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്യാരറ്റിനകത്ത് വിറ്റമിൻ എ, വിറ്റമിൻ കെ, മിനറൽസ് ആയ ഫോസ്ഫറസ്, അയൺ, കാൽസ്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടും അതേപോലെ റിങ്കിൾസ് കുറയ്ക്കാനും ഏജിങ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഫ്ലാക്സീഡിനകത്ത് ഒമേഗ 3യും അതേപോലെ ആന്റി ഓക്സിഡൻസും ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി നിൽക്കാനും അതേപോലെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഡാർക്ക് ചോക്ലേറ്റ്. ഈ ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ഫ്ലാവനോയിഡ്സ് ഇൻക്ലൂഡ് ചെയ്തതിനാൽ നമ്മുടെ UV റേസിൽ നിന്നും സൺ ഡാമേജിൽ നിന്നും നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഗ്രീൻ ടീനകത്ത് വിറ്റമിൻ ബി, ഇ, സി, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ റിങ്കിൾസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അവക്കാഡോയിൽ വിറ്റമിൻ ഇ അതേപോലെ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി വെക്കാനും അതേപോലെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. പൊമഗ്രാനേറ്റ് ഇതിനകത്ത് വിറ്റമിൻ സി, കെ, ഇ, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ സൺഡേ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നിന് റെജുവിനേഷൻ കൊടുക്കും. ടൊമാറ്റോയിലെ ലൈക്കോപ്പിൻ നമ്മുടെ കൊളാജിനെ പ്രൊട്ടക്ട് ചെയ്ത് ഏജിങ് കുറയ്ക്കും. ലാസ്റ്റ് വൺ ഈ ബ്ലൂബെറീസിനകത്ത് വിറ്റമിൻ സി, ഫൈബർ അതേപോലെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ സ്കിൻ കെയർ റൊട്ടീൻ്റെ കൂടെ നമ്മൾ അമിതമായി കഴിക്കുന്ന ഷുഗറിന്റെ അളവ് കുറയ്ക്കാനും അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം.